ഈ തവണത്തെ ബർത്ത്ഡേക്ക് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ഗിഫ്റ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല എന്നൊക്കെ നേരത്തെ ഞാൻ പപ്പുടീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പുടീൻ്റെ 7ാമത്തെ ബർത്ത്ഡേ ആണ്. പക്ഷെ അവൾ കാണാതെ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാനും കിങ്ങിണിയും കൂടെ പോയിട്ട് ഡെക്കറേഷൻ ഐറ്റംസും അതേപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയും ഒക്കെ വാങ്ങിച്ചേട്ടോ. ടോയ് ഒരു വലിയൊരു ടോയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ലൊരു ചെറിയൊരു ടോയും ക്യൂട്ടായിട്ടുള്ളത് വാങ്ങിച്ചു. പിന്നെ അവളുടെ ഡ്രസ്സിന് ചേരുന്ന മാലയും വളയും കമ്മലും ഒക്കെ വാങ്ങിച്ചു. അവളറിയാൻ ഒരു വഴിയില്ല, കാരണം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങോട്ടായിരുന്നു പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് പാക്ക് ചെയ്ത് ഒളിപ്പിച്ച് വെക്കാമെന്ന് പറയുന്ന വലിയൊരു ചടങ്ങാണ്, കണ്ടുപിടിക്കരുതല്ലോ. കാരണം ടോയ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഒളിപ്പിച്ച് വെച്ചു. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ, അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേകറിലെ വീടിൻ്റെ തൊട്ടടുത്തുള്ള AVR റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ രാവിലെ മസാല ദോശ കഴിച്ചു. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആ ഒരു ഫുഡ്. പിന്നെ ബർത്ത്ഡേക്ക് ഒന്നുമില്ലെങ്കിലും എൻ്റെ ഈ ഡ്രസ്സിന് ചേരുന്ന ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഡേ ടു ഡേയിലോട്ട് പോയി. അപ്പം ഡെക്കറേഷൻ ഐറ്റംസും ഇല്ല, ഗിഫ്റ്റും ഇല്ല, പക്ഷെ ചെരുപ്പ് മാത്രം, ഡ്രസ്സിന് ചേരുന്ന ഷൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഷൂസ് വാങ്ങിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 11:30 ആയിരുന്നു. വെള്ളിയാഴ്ചയായിരുന്നു, മെയ് 9th വെള്ളിയാഴ്ച ആയതുകൊണ്ട് 11:30 ആകുമ്പോൾ തന്നെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ബീഫ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അബുഷാറിയിൽ തന്നെയുള്ള അസീൽ ബിരിയാണി എന്ന് പറഞ്ഞ കടയുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ബീഫ് ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതും വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഡെക്കറേഷൻസ് ആരംഭിച്ചു. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പം ആൾക്കാർ പറയത്തില്ലേ, കിങ്ങിണിയുടെ ബർത്ത്ഡേക്ക് മൂത്ത മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തു, 2ാമത്തെ മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല, അങ്ങനെ പറയത്തില്ലേ. അപ്പം എന്തോ ചെയ്യും? എനിക്കൊരു ഐഡിയ കിട്ടി. വീട്ടിൽ ഇരിക്കുന്ന എന്തെങ്കിലും പഴയ ടോയൊക്കെ അതിനകത്ത് ഇട്ടിട്ട് എനിക്ക് തന്നാൽ മതി. അങ്ങനെ എന്നാൽ അത് വിഷമമൊന്നുമില്ല. അമ്മടത്തും പപ്പടത്തും പൈസ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാ. അറിയാവോ, പൈസ കുറവായിരുന്നു. ഷൂവും ഡ്രസ്സൊക്കെ വാങ്ങിച്ചില്ല. ഷൂവും ഡ്രസ്സും ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ഈ പ്രാവശ്യം ഇല്ല കേട്ടോ. ഈ വർഷത്തെ ബർത്ത്ഡേയുടെ കളർ ബ്ലൂ കളറായിരുന്നു. ഡ്രസ്സും ഡെക്കറേഷൻസും എല്ലാം ബ്ലൂ കളർ, കേക്ക് പോലും ബ്ലൂ കളറായിരുന്നു. പിന്നെ ഉച്ചയായപ്പം നമ്മൾ ബിരിയാണി കേട്ടോ. ഈ ഒരു ബിരിയാണിക്ക് 20 ദിറംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ലെങ്കിൽ അബുഷാറിലെ അസീൽ, ഇത് പ്രൊമോഷനൊന്നുമല്ല എങ്കിലും ഞാൻ പറയണേ, ബീഫും ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ. 20 ദിറംസ് എന്ന് പറയുമ്പം ഒരു 3-4 പേർക്കൊക്കെ കഴിക്കാനുള്ള നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കുറേ പീസസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അച്ചാറും സലാഡും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വയറ് നിറച്ചത് നമ്മുടെ പണ്ടത്തെ നാട്ടിലെ ഈ കല്യാണ ബിരിയാണി ഉണ്ടല്ലോ, ആ ഒരു സെയിം ടേസ്റ്റിലാണ് കേട്ടോ. വെള്ളിയാഴ്ചയൊക്കെ നല്ല തിരക്കാണ്, ചില സമയത്തൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. മെയിനായിട്ട് അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ, ബിരിയാണിയും നെയ്ച്ചോറും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പറായിട്ടുണ്ട്. മാലയും വളയൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, റായിട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഫാഷനാണ് ഇങ്ങനെ, മാലയും വളയൊന്നും വേണ്ട. കണ്ണടച്ച് കണ്ണാടാ. കണ്ണ എന്തോ വെക്ക്. എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ച ഇപ്പൊ ഹാപ്പിയായ? ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ ഡയറക്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മളിപ്പോൾ പോകാറുള്ളത് സ്കേറ്റ് പാർക്കിലാണ്, മസാർ സ്കേറ്റ് പാർക്കിലാണ് പോകാറുള്ളത്. അതാകുമ്പോൾ നല്ല ഗ്രീനറിയും നമുക്ക് നല്ല രസമുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാൻ പറ്റും. ബ്ലൂ കളറിലുള്ള ഡ്രസ്സായിരുന്നു അവൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡ് ഡയറക്റ്റ് പാർക്കിലോട്ട് വന്നു. അപ്പോൾ കേക്ക് ബ്ലൂ കളർ തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സുൽത്താനാസ് ബേക്ക് മാർട്ട്. നല്ല രസമുള്ള കേക്കുകൾ ഉണ്ടാക്കി തരും. ഈ ഒരു ഷോൺ ദ ഷീപ്പ് ആ ഒരു തീമാണ് കേട്ടോ. എനിക്കിതെന്ന് പറഞ്ഞൂടാ. പിന്നെ ഞങ്ങളൊക്കെ എല്ലാവർക്കും ബ്ലൂ കളർ ഡ്രസ്സ് തന്നെയായിരുന്നു. എല്ലാവരുടെയും ഡ്രസ്സ് ഷീനിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളറ് ബ്ലൂ പല കളറായിപ്പോയെന്നേ ഉള്ളൂ. എന്നാലും വേണ്ടില്ല, ബ്ലൂ തീമിലുള്ള ഒരു ബർത്ത്ഡേ ആഘോഷം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബലൂണും ഒക്കെ ബ്ലൂ കളറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പം ഗിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അടുത്തത് ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൾ നേരത്തെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിലുള്ള പഴയ ഗിഫ്റ്റ് പൊതിഞ്ഞു തരാനെന്ന്. അങ്ങനെ പൊതിയാണെന്ന് വിചാരിച്ചു. എന്തോ ഡോളോ? ഡോളല്ല, ഡോളിന്റെ കവറാ അത്, വെറും കവർ. സത്യമായിട്ട് അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് വാങ്ങിച്ച, അതായത് ആ സെയിം ബോക്സ്. കേക്കിനകത്ത് വീഴല്ലേ? അല്ല അല്ല അല്ല. ഇഷ്ടപ്പെട്ടോ? കൊള്ളാ. ഇതെന്റെ ഫേവറേറ്റാ. കണ്ടോ, ആ വിലയുള്ളത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ വിലയില്ലാത്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. ആ തുറക്ക്. ആ വലിയ ഡോളിന് നല്ല വിലയുള്ളൊരു ഡോളായിരുന്നു. ഈ ചെറുതിന് അത്ര വിലയൊന്നുമില്ല, 10 ദിറംസ് താഴെ നിൽക്കുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റേ, അവൾക്ക് ഈ ചെറിയ ഡോളാണ് ഇഷ്ടപ്പെട്ടത് വലുതിനെക്കാട്ടെ. ചെറുതി കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആ വലുത് പൊട്ടിച്ചപ്പോൾ ഞാൻ കണ്ടതുമില്ല. പിന്നെ ഇതെന്തോ സെറ്റ് ചെയ്യണമെന്നോ ഇത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ കളറ് മാറുമെന്നൊക്കെ ഇതിൻ്റെ ആ ഒരു പേപ്പറൊക്കെ വായിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വെള്ളത്തിട്ടിട്ടൊന്നും കളറൊന്നും മാറിയില്ല കേട്ടോ. അങ്ങനെ ഇതായിരുന്നു ഈ വർഷത്തെ പപ്പുഴുവിൻ്റെ 7ാമത്തെ ചെറിയൊരു വലിയ ബർത്ത്ഡേ ആഘോഷം. നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നാളത്തെ ലൈഫ് എന്താവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് എത്രത്തോളം അവരെ സന്തോഷമാക്കി, പ്രത്യേകിച്ച് ബർത്ത്ഡേക്കൊക്കെ സന്തോഷമാക്കി വെക്കാൻ പറ്റുമോ അത്രയൊക്കെ നമ്മൾ സന്തോഷമാക്കി വെക്കുക.